മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ എന്തും കയറി ചെയ്യാമെന്ന് അന്നത്തെ നഗരസഭ ഭരണാധികാരി തീരുമാനിക്കുകയാണ്. സ്വാഭാവികമായും മെഡിക്കൽ കോളേജ് ചാർജ് ചെയ്യാനുള്ള സ്ഥലമല്ല. അതിന് സമീപത്ത് പെട്രോൾ പമ്പുകളുണ്ട്, ചാർജിങ് സെന്ററുകളുണ്ട്. ചാർജിങ് സ്റ്റേഷൻ ആര് നടത്തും? ഇത് ഏതെങ്കിലും CPM-ന്റെ സഖാവിന് വേണ്ടി കൊടുക്കാനാണ് ഇവർ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഇന്നും വിലക്കെടുത്ത സ്ഥലത്ത് തോന്നിയതുപോലെ ഈ കാര്യം കാണിച്ചത് മുൻ നഗരസഭ ഭരണാധികാരികൾ. അവർ പൊതുസമൂഹത്തോട് മാപ്പ് പറയണം. ഇതെല്ലാം CPM-മാർക്ക് തീരെഴുതി കൊടുത്തിരിക്കുകയാണ്. 25 കോടിക്ക് വാങ്ങിയ സ്ഥലത്ത് ഇത്തരത്തിൽ കാർ പാർക്കിംഗ് ഏരിയ കെട്ടിപ്പടുത്തിരിക്കുന്നത്. നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസം മറുനാടൻ ഒരു വാർത്ത പുറത്ത് വിട്ടിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ രണ്ടാം ഘട്ട വികസനത്തിനായി 25 കോടി രൂപ വിലയ്ക്ക് സ്ഥലം ഏറ്റെടുക്കുന്നു. എന്നാൽ ആ സ്ഥലത്ത് ഒരു കാർ പാർക്കിംഗ് സംവിധാനമാണ് നഗരസഭ കെട്ടിപ്പടുത്തത്. ഈ നഗരസഭ എങ്ങനെയാണ് സൂപ്പർ സ്പെഷ്യാലിറ്റിയുടെ രണ്ടാം ഘട്ട വികസനത്തിനായി കണ്ടെത്തിയ സ്ഥലത്ത് കാർ പാർക്കിംഗ് സംവിധാനം ഒരുക്കുക എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. അതേസമയം തന്നെ ഈ കാർ പാർക്കിംഗ് ഏരിയയ്ക്ക് ഉള്ളിൽ ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യാനുള്ള സംവിധാനം കൂടി ഒരുക്കിയിരിക്കുകയാണ്. ഇത് ആരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് എന്നുള്ള നിരവധി ചോദ്യങ്ങളാണ് നിലവിലിപ്പോൾ ഉയർന്നു വരുന്നത്. എന്തായാലും ഈ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റിയുടെ വികസനത്തിന് വേണ്ടി കണ്ടെത്തിയ സ്ഥലമാണ് ഇത്തരത്തിൽ അനധികൃതമായി ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആ വാർത്ത അന്ന് ചെയ്യുന്ന സമയത്ത് ഞാനും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ഇപ്പോൾ ഇലക്ട്രിക് കാറുകളുടെ ചാർജിങ് സ്റ്റേഷനും അതുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥാപിച്ചിരിക്കുന്നു. അപ്പോൾ ഞാനിത് മനസ്സിലാക്കിയപ്പോൾ ഈ മൾട്ടി ലെവൽ പാർക്കിംഗ് നിർമ്മിച്ചു കൊടുക്കുന്ന കമ്പനി തന്നെ ഇത് സൗജന്യമായി നിർമ്മിച്ചു കൊടുക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അത് പണം പറ്റിയിട്ടാണോ സൗജന്യമാണെന്ന് എനിക്കറിയില്ല. എന്തായാലും അവിടെ മൾട്ടി ലെവൽ പാർക്കിംഗ് സ്ഥാപിച്ചത് തന്നെ ആശുപത്രിയുടെ അനുവാദമോ ആശുപത്രിയുമായി എന്തെങ്കിലും MOയോ ഒപ്പിട്ടുകൊണ്ടല്ല. സ്വന്തം നിലയ്ക്ക് ധിക്കാരപൂർവ്വം അന്നത്തെ നഗരസഭാ ഭരണാധികാരികൾ അവർക്ക് തോന്നിയ തലത്തിൽ ഈ സ്മാർട്ട് സിറ്റിയുടെ പണം എങ്ങനെയും ചിലവഴിക്കുന്നതിന് വേണ്ടി മാത്രം തോന്നിയ നിലയ്ക്ക് ചിലവഴിച്ചതാണ്. നമ്മൾ ആശുപത്രി അധികാരികൾ, പ്രിൻസിപ്പൽ ഉൾപ്പെടെ അന്ന് തന്നെ കത്തും കൊടുത്താണ് ഇത് ഇവിടെ സ്ഥാപിക്കരുത്, മാറ്റി സ്ഥാപിക്കേണ്ടതാണെന്ന്. ഇത്രയും നാളായിട്ട് അത് നടന്നില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസത്തെ വാർത്തയ്ക്ക് ശേഷം നമ്മൾ കാണുമ്പോഴാണ് ചാർജിങ് സ്റ്റേഷൻ അവർ ഏകദേശം പണി പൂർത്തിയാക്കി. ഈ ചാർജിങ് സ്റ്റേഷൻ ആര് നടത്തും? ഇത് ഏതെങ്കിലും CPM-ന്റെ സഖാവിന് വേണ്ടി കൊടുക്കാനാണ് ഇവർ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ അവരുടെ ഭാഗ്യമോ നിർഭാഗ്യമോ നഗരസഭ CPM ഭരണത്തിൻ്റെ കീഴിൽ നിന്ന് മാറി. ഈ സ്മാർട്ട് സിറ്റിയുടെ ഉദ്യോഗസ്ഥരുണ്ട്. ആ ഉദ്യോഗസ്ഥരാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരിത് ആരോട് ചോദിച്ചിട്ടാണ് ഇത് സ്ഥാപിച്ചത്? അപ്പോൾ അവർക്ക് തോന്നിയതുപോലെ സ്ഥാപിക്കാനാണെങ്കിൽ ചാർജിങ് സ്റ്റേഷൻ മാത്രമാക്കണ്ട. നമുക്ക് ഇവിടെ ഒരു ബാർ ഹോട്ടൽ ഇതിനകത്ത് ആരംഭിക്കാവുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ ഇതിനകത്തൊരു പെട്രോൾ പമ്പ് ആരംഭിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ എന്ത് വേണമെങ്കിലും ആരംഭിക്കാമല്ലോ. സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ട് നാളെ അവർ തീരുമാനിക്കുകയാണ് മെഡിക്കൽ ക്യാമ്പസിനുള്ളിൽ ഒരു 5 സ്റ്റാർ ബാർ ഹോട്ടൽ അങ്ങോട്ട് സ്ഥാപിക്കാൻ തുടങ്ങിയാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റൂ. പിന്നെ അവർ നാളെ പെട്രോൾ പമ്പ് തുടങ്ങുക. ഇതെല്ലാം ജനത്തിന് ആവശ്യമുള്ളതല്ലേ. ഇവിടെ ചികിത്സിക്കാൻ ആണ് ഈ സ്ഥാപനം ഉള്ളത്. പക്ഷേ ഇതിൽ നിന്ന് വിഭിന്നമായി പാർക്കിങ്ങിൻ്റേതായ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ വിരുദ്ധമായി അന്ന് തന്നെ ഇതിൻ്റെ എസ്റ്റേറ്റ് ഓഫീസർ ഈ നടപടിക്രമങ്ങൾ നടക്കുന്ന സമയത്ത് തന്നെ നിരവധിയായ മീറ്റിംഗ് മുനിസിപ്പാലിൻ്റെ കീഴിൽ കൂടി ആ മുനിസിപ്പലുകളിലെല്ലാം എല്ലാ ഉദ്യോഗസ്ഥരും, എസ്റ്റേറ്റ് ഓഫീസറാണ് ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ നോക്കുന്നത്, അദ്ദേഹമൊക്കെ ഇതിനകത്ത് ശക്തമായി വിയോജിപ്പ് ഈ പാർക്കിംഗ് ഏരിയ നിർമ്മിച്ചതിൽ തന്നെയുണ്ട്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ആശുപത്രി പ്രിൻസിപ്പാളിൻ്റെ, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിൻ്റെ അനുവാദം കൂടാതെ ഈ ചാർജിങ് സ്ഥാപിച്ചതിൽ തന്നെ അവർ കത്ത് കൊടുത്തിരിക്കുകയാണ്. കത്തിനൊന്നും മറുപടിയില്ല. അപ്പോൾ ഈ തരത്തിൽ കഴിഞ്ഞ നഗരസഭയുടെ ധിക്കാരോപമായിട്ടുള്ള നടപടികളാണ് ഇതെല്ലാം. ഇത് അടിയന്തരമായി നിർത്തിവെക്കണം. ഇവിടെ ആശുപത്രി എത്തുന്നവരാരും ചാർജ് ചെയ്യാനും അല്ലെങ്കിൽ ചായ കുടിക്കാൻ വരുന്നത് പോലെയാണ് ആ ക്യാമ്പസിൻ്റെ ഉള്ളിൽ എത്ര ക്യാൻറ്റീൻ ഉണ്ടോ നിങ്ങൾ നോക്കിക്കോളൂ. ചായ, കടി, ഹോട്ടൽ അല്ലാതെ തന്നെ ഈ CPM സഹാക്കൾ മാത്രമായി നടത്തുന്ന ക്യാൻറ്റീനുകളാണ് അവിടെ 25 എണ്ണം. അപ്പോൾ നമ്മൾ വിചാരിക്കും മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലേക്ക് ജനം വരുന്നത് എന്തോ ടൂറിസം പോലെ വന്ന് ചായ കുടിക്കാൻ വരുന്നത് പോലെയാണ് അവിടുത്തെ ക്യാൻറ്റീനുകളുടെ എണ്ണം. അപ്പോൾ ഈ തരത്തിൽ ഏകാധിപത്യപരമായ ആരൊക്കെയോ ആണ് നഗരസഭ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ ഉള്ളിൽ പ്രവർത്തനം നടത്തുന്നത്. ഇതൊക്കെ വളരെ വിശദമായി അന്വേഷിക്കണം. ഇത് പ്രത്യേകിച്ചും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ
SATയുടെ 4 ചുറ്റും ക്യാൻറ്റീനാണ്, ചെറിയ ചെറിയ ചായക്കടകളാണ്. ഇതെല്ലാം CPMമാർക്ക് തീരെഴുതി കൊടുത്തിരിക്കുകയാണ്. ഇത്രയും ഒരു ക്യാമ്പസിനകത്ത് 25ഓളം ക്യാൻറ്റീനുകൾ പ്രവർത്തിക്കുന്നത് ലോകത്തൊരിടത്തും കാണില്ല. ഇതാര് നടത്തുന്നു? ഇതെല്ലാം കുടുംബശ്രീയാണെന്ന് പറയും. കാര്യം കുടുംബശ്രീയിലെ ജില്ലാ ഓഫീസിൽ നിന്ന് ഒരു കത്ത് ഇവിടെ എഴുതി കൊടുത്തിട്ട് കുടുംബശ്രീക്ക് അനുവദിച്ചതായിട്ട് അങ്ങ് പ്രഖ്യാപിക്കുകയും CPMൻ്റെ ലോക്കൽ ഏരിയ നേതാക്കൾ ആര് നടത്തണമെന്ന് അവർ അല്ലെങ്കിൽ അവർ തന്നെ കുടുംബാംഗങ്ങളെ വെച്ച് നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷൻ സ്ഥാപിച്ചത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മേയറോട് എനിക്ക് പറയുവാനുണ്ട്. മേയർ പുതുതായിട്ട് വന്ന് 1 മാസം പോലും ആയിട്ടില്ല. അദ്ദേഹം ഇതൊന്നും അറിഞ്ഞിട്ടുമില്ല. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇതിനെ സംബന്ധിച്ച് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള DME ഉൾപ്പെടെയുള്ള ആൾക്കാരുമായി ഒരു ചർച്ച, ഒരു സമയം നിശ്ചയിച്ചുകൊണ്ട് അവരെ കണ്ട് അവരുമായിട്ട് സംസാരിച്ച് ഈ കാര്യങ്ങളിലൊക്കെ എന്ത് നടപടിയാണ് സ്വീകരിക്കേണ്ടത്, കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത തെറ്റായ നടപടികൾ എന്തൊക്കെയാണ്, അതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കിക്കൊണ്ട് മെഡിക്കൽ കോളേജ് കീഴിൽ കൊടുക്കേണ്ടതാണ്. എന്ത് സ്ഥാപനം ആര് കെട്ടിക്കൊടുത്തു? ഇപ്പം നമുക്ക് തന്നെ നഗരസഭ SAT ആശുപത്രിയിൽ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു 20 വർഷം മുമ്പ് തന്നെ ഡോമെട്രി കെട്ടിക്കൊടുത്തു. അത് നിർമ്മാണം പൂർത്തിയാക്കി ആശുപത്രിയെ ഏൽപ്പിക്കുകയാണ്. ഈ ആശുപത്രി വികസന സമിതിയാണ് അത് നടത്തിക്കൊണ്ടു പോകുന്നത്. അവിടുത്തെ രോഗികൾക്ക് 10-20 രൂപയ്ക്ക് അവിടെ വിശ്രമിക്കാനും അവിടെ സാധനങ്ങൾ സൂക്ഷിക്കാനും ഒക്കെയുള്ള സംവിധാനമാണ് ഈ ഡോമെട്രി. അപ്പോൾ അതുപോലെ തന്നെ ഈ പാർക്കിംഗ് മേഖലയായാലും ഈ ചാർജിങ് സെൻറ്റർ ആയാലും ഇത് ഇവിടെ നിന്ന് മാറ്റേണ്ടതാണ്. മറ്റൊരു സ്ഥാപിച്ചാൽ തന്നെയും ഈ മെഡിക്കൽ കോളേജുമായിട്ട് ഒരു കരാർ ഉണ്ടാക്കിക്കൊണ്ട് ഇത് HDSനെയാണ് ഏൽപ്പിക്കേണ്ടത്, അല്ലാതെ നഗരസഭ നേരിട്ട് വന്ന് നടത്തുക എന്നുള്ളതല്ലല്ലോ. അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് ഒരു കൃത്യമായ നിയമമോ മാനദണ്ഡമോ പാലിക്കാതെയുള്ള ഈ സംവിധാനങ്ങൾ അടിയന്തരമായിട്ട് ഇവിടെ നിർത്തണം. അതുപോലെ മറ്റൊരു കാര്യം സൂചിപ്പിക്കുവാനുള്ളത്, നമ്മുടെ SAT ആശുപത്രിയിൽ ഒരു ഡോമെട്രി വർഷങ്ങൾക്ക് മുമ്പ് 25 വർഷം മുമ്പ് കെട്ടിക്കൊടുത്തു. രണ്ടാമത് ഒരു വിശ്രമ കേന്ദ്രം, റൂമുകൾ ഉൾപ്പെടെയുള്ള ഒരു വിശ്രമ കേന്ദ്രം SATയിൽ വരുന്ന, പ്രത്യേകിച്ചും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ പുറത്ത് നമുക്കറിയാം മഴയത്തും വെയിലത്തും അവർക്കൊന്ന് കയറി നിൽക്കാൻ പോലും സ്ഥലമില്ലാത്തൊരു സാഹചര്യത്തിലാണ്. അത് കഴിഞ്ഞ നഗരസഭയുടെ ഭരണകാലത്താണ് അങ്ങനെ ഒരു കെട്ടിടം നിർമ്മിച്ച് ഏകദേശം 2-3 വർഷമായി വെറുതെ പൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് ഒരു 12ഓളം ജീവനക്കാരെ അതിൽ നിയമിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 12 പേരെയും CPMകാരെ നിയമിക്കാനുള്ള ഒരു തീരുമാനത്തിലോട്ട് പോയപ്പോൾ അത് നടക്കാതെ വന്നു. കുടുംബശ്രീ വഴി നിയമിക്കുമ്പോൾ സ്വാഭാവികമായും കുടുംബശ്രീയിൽ ആരെ നിയമിക്കണമെന്ന് എഴുതി കൊടുക്കുന്ന പാർട്ടി ജില്ലാ സെക്രട്ടറിയും ഏരിയ സെക്രട്ടറി അങ്ങനെയുള്ളവരാണ്. അപ്പോൾ ആ ഒരു തർക്കം വന്നപ്പോൾ അത് നടക്കാതെ പോയി. ഇപ്പോൾ പുതിയ ഭരണസമിതിയാണ് വന്നിരിക്കുന്നത്. ഈ പുതിയ ഭരണസമിതിക്കും ഈ സംവിധാനത്തെക്കുറിച്ച് ഒരുപക്ഷെ അറിഞ്ഞുകൂടായിരിക്കാം. ഇപ്പോൾ വേറൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നത്, BJP ഭരണസമിതി വരുമ്പോൾ അവരാണ് ജീവനക്കാരെ നിയമിക്കാൻ പോകുന്നത്. അവിടെയും തർക്കം വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ആരെ നിയമിച്ചോളൂ, ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരെ നിയമിച്ചാലും ഞങ്ങൾക്ക് അതിലൊന്നും ഒരു പരാതിയില്ല. ഞങ്ങൾ പറയുന്ന അവിടെ പാവപ്പെട്ടവർക്ക് മഴയത്തോ വെയിലത്തോ, മഴയും വെയിലും കൊള്ളാതെ അവിടെ ഇരിക്കാൻ അവർക്കൊന്ന് കിടക്കാൻ പറ്റുന്ന ഒരു സ്ഥലം അത് അടച്ചിട്ടുന്നത് ശരിയല്ല. എത്രയും പെട്ടെന്ന് ബഹുമാനപ്പെട്ട മേയർ ഈ കാര്യത്തിലും ഒരു അടിയന്തരമായ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഈ ചാർജിങ് സ്റ്റേഷൻ ആർക്ക് വേണ്ടിയാണ് ഈ പണിതത് എന്നുള്ള ചോദ്യമാണ്. അത് നേരത്തെ പറഞ്ഞതുപോലെ മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ എന്തും കയറി ചെയ്യാമെന്ന് അന്നത്തെ നഗരസഭ ഭരണാധികാരി തീരുമാനിക്കുകയാണ്. സ്വാഭാവികമായും മെഡിക്കൽ കോളേജ് ചാർജ് ചെയ്യാനുള്ള സ്ഥലമല്ല. അതിന് സമീപത്ത് പെട്രോൾ പമ്പുകളുണ്ട്, ചാർജിങ് സെൻ്ററുകളുണ്ട്, KSEBയുടെ നിരവധിയായ ചാർജിങ് സ്റ്റേഷനുകൾ ഇവിടെ ഉണ്ട്. അപ്പം മെഡിക്കൽ കോളേജ് ക്യാമ്പസിനകത്ത് ആൾക്കാർക്ക് ചികിത്സയ്ക്ക് വന്ന്, ഇപ്പോൾ നമുക്കറിയാമല്ലോ സൂപ്പർ സ്പെഷ്യാലിറ്റി ആരംഭിക്കുന്ന കാലത്ത് 50 പേര് വന്ന സ്ഥലത്ത് ഇന്ന് 500 പേര് ഒരു OPയിൽ വരികയാണ്. അവർക്ക് സൗകര്യങ്ങൾ പരിമിതമായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ സൗകര്യം നൽകുന്നതിന് വേണ്ടിയുള്ള സ്ഥലം, പൊന്നും വിലക്കെടുത്ത സ്ഥലത്ത് തോന്നിയതുപോലെ ഈ കാണിച്ചത് മുൻ നഗരസഭ ഭരണാധികാരികളാണ്. അവർ പൊതുസമൂഹത്തോട് മാപ്പ് പറയണം. കാര്യം നാളുകളിലുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സാ സംവിധാനങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ട നിലയിൽ നൽകാൻ സാധിക്കാതെ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സ തടസ്സപ്പെടുത്തിയ അന്നത്തെ ഭരണാധികാരികൾ ജനങ്ങളോട് മാപ്പ് പറയണം. നമുക്കറിയാം ഈ ചികിത്സാ സംവിധാനങ്ങളിൽ നമ്മുടെ നാട്ടിൽ ഈ ആശുപത്രി ചുറ്റും നിരവധി വൻകിട കോർപ്പറേറ്റുകൾ ആശുപത്രിയിൽ സ്ഥാപിച്ചു കഴിഞ്ഞു, വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഒരു 4 ആശുപത്രി പുതിയത് വരാൻ പോവുകയാണ്.
2 or 3 നിലവിലുണ്ട്. അപ്പോൾ സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിൽ ചികിത്സ എന്ന് പറയുന്നത് വലിയ ചിലവേറിയതാണ്. ആ ചികിത്സ പാവപ്പെട്ടവന് സ്വകാര്യ ആശുപത്രിയിൽ പോയി ലക്ഷങ്ങളാണ് ചിലവ്. അത് കൊടുത്ത് ചികിത്സിക്കാൻ സാധ്യമല്ല. ഇവിടെ പരിമിതമായ ബെഡുകളായി മാറിക്കഴിഞ്ഞു. ICU 4 ICUവിലും കൂടി ഏകദേശം 65ഓളം ബെഡുകൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. പിന്നെ മറ്റു വാർഡുകളിലെല്ലാം കൂടി ഒരു 100ഓളം ബെഡുകൾ മാത്രമാണ്. അപ്പോൾ 150 200-നകത്ത് പേഷ്യൻറ്റിന് മാത്രമേ ഇപ്പോൾ അവിടെ കിടത്തി ചികിത്സ ഉൾപ്പെടെ കാര്യങ്ങൾ സാധിക്കൂ. OP ആണെങ്കിൽ ജനങ്ങളുടെ രോഗികളുടെ ബാഹുല്യം കാരണം ഒട്ടും സ്ഥല സൗകര്യമില്ലാതെ മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇവിടെ സ്മാർട്ട് സിറ്റിയുടെ അധികാരികൾ, നഗരസഭയുടെ സെക്രട്ടറി ഉൾപ്പെടെ മേയർ ഉൾപ്പെടെ ഉള്ളവർ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഇവിടെ ചാർജിങ് സ്റ്റേഷൻ ഇവിടെ ആവശ്യമില്ല. ആവശ്യമുള്ളത് രോഗികൾക്ക് ചികിത്സിക്കുവാനും രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് വേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യങ്ങളും മറ്റു ചികിത്സിക്കാനുള്ള എല്ലാവിധ ഭൗതിക സാഹചര്യങ്ങളും ഉണ്ടാക്കലാണ്. അല്ലാതെ ഇവിടെ നാളെ പറയുകയാണ് സ്മാർട്ട് സിറ്റിയുടെ ഭാഗം മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ പെട്രോൾ പമ്പ് അനുവദിച്ചിരിക്കുകയാണ്, ഞങ്ങൾ പെട്രോൾ പമ്പ് വന്ന് തുടങ്ങുകയാണ്. നാളെ മറ്റൊരാൾ പറയുകയാണ് ഒരു ബിയർ പാർലർ ഇതിനകത്തിട്ടാൽ ഈ രോഗിയേക്കും കൂട്ടുകാർക്കും സൗകര്യമാകും എന്ന് വിചാരിച്ചാൽ ഇതൊന്നും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. ഇത്തരത്തിലെ എന്ത് വികസനം വേണമെങ്കിലും ആശുപത്രിയുടെ പൂർണ്ണമായ മെഡിക്കൽ കോളേജിൻ്റെ പൂർണ്ണ അധികാരി എന്ന പ്രിൻസിപ്പളാണ്. പ്രിൻസിപ്പാളിൻ്റെ അനുവാദത്തോടു കൂടി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. പ്രിൻസിപ്പാളിൻ്റെ അനുവാദമില്ലാതെ നടത്തുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും അവിടെ നിന്ന് പൊളിച്ചു മാറ്റി മറ്റ് സ്ഥലങ്ങളിൽ സ്ഥാപിക്കണമെന്നുള്ളതാണ് ഇതിനെ സംബന്ധിച്ച് പറയുന്നത്. എന്തായാലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുള്ള നിരവധി വാർത്തകൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. രോഗികൾക്ക് കിടക്കാൻ പോലും സ്ഥലമില്ലാത്ത സാഹചര്യമാണ് തലസ്ഥാനത്തെ മെഡിക്കൽ കോളേജിൽ ഉള്ളത്. ഒരു കിടക്ക പോലും ഇല്ലാത്ത സാഹചര്യം. രോഗി കിടന്നാൽ തന്നെ പാമ്പ് കടിയേറ്റ് മരിക്കുന്ന സാഹചര്യം ഉൾപ്പെടെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുള്ളത്. ഈ ഒരു സാഹചര്യത്തിലാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന് വേണ്ടി കണ്ടെത്തിയ സ്ഥലം 25 കോടിക്ക് വാങ്ങിയ സ്ഥലത്ത് ഇത്തരത്തിൽ കാർ പാർക്കിംഗ് ഏരിയ കെട്ടിപ്പടുത്തിരിക്കുന്നത്. ഇതിന് പിന്നാലെ ഇപ്പോൾ ഈ ഒരു ഇലക്ട്രിക് സ്റ്റേഷനും കെട്ടിപ്പടുത്തിരിക്കുന്നത്. സത്യത്തിൽ ഇത് നഗരസഭാ മേയറുടെ ശ്രദ്ധയിൽ പെടേണ്ടതുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശ്രീകാര്യം ശ്രീകുമാർ നിലവിലിപ്പോൾ പരാതി ഉൾപ്പെടെ നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ മേയർ ഉടനടി നടപടിയെടുക്കുമെന്നുള്ള പ്രതീക്ഷയാണ് നമുക്കുമുള്ളത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.